ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഒരു 6:30 മണി പോലും ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ മീൻകാരൻ വന്നിട്ടുണ്ട്. മീൻ നാത്തൂന് ഓടിപ്പോയി അയിലക്കുട്ടികളാണ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാൽച്ചായ കൂടിയാണ് കേട്ടോ. കാൽച്ചായ ഒരു 6:30 മണിയായപ്പോൾ ഇവിടെ പാർന്ന് വെച്ചിക്കണേ. നമുക്ക് വന്ന് ഇരുന്നെടുത്താൽ മാത്രം മതിയല്ലോ. നമ്മളെ വീട്ടിലേക്ക് പോയാലുള്ളൊരു ഗുണം അതാണല്ലോ. നമുക്ക് ചായ പോലും കാച്ചണ്ട. കാൽച്ചായ എല്ലാവരും കൂടിയിരുന്ന് കുടിച്ച് കണ്ട് അത് കഴിഞ്ഞതാ ഒരു നാത്തൂന് ഇവിടെ ദോശ ചുടുന്നുണ്ട്. എനിക്കിവിടെ 2 നാത്തൂന്മാരുണ്ട് കേട്ടോ. ഓല് രണ്ടാളും ഒരാൾ ഒന്നെടുക്കുമ്പോൾ ഒരാൾ ഒന്നെടുക്കുക നടിച്ച് പണിയെടുക്കും പോലെയാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടി അപ്പോൾ നമ്മൾ കടന്ന് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പണി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിതാ ഇവർ ചെയ്യണതൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇന്നെ കണ്ടോ എന്താണെന്നറിയില്ല, ഒരു കാലം ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ടുട്ടുവിന് പിന്നെ ഇവിടെ വന്നാൽ ഒരു ഇതുമില്ല കേട്ടോ. അവിടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഓന്. പിന്നെ അതായാൽ മതിയല്ലോ. ഒരു നാത്തൂൻ ദോശ ചുടുമ്പോഴത്തിന് ഒരു നാത്തൂന് അയക്കുള്ള കറി ഉണ്ടാക്കുന്നുണ്ട്. ഇമ്മമാക്കുള്ള ജോലി കുട്ടികളെ നോക്കലും കൂടിയാണ്. ഇമ്മമ്മ കുട്ടികളെ നോക്കി കൊടുക്കണം അവർക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ദോശ ചുട്ട് കഴിഞ്ഞ് വന്ന് കണ്ടതാ അകൊക്കെ അടിച്ചു തരുന്നുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഫുള്ള് ഫ്രീ ആട്ടാ. ഇവരൊക്കെ ഉണ്ടാക്കണത് ഇങ്ങനെ കണ്ടു നിന്നാൽ മാത്രം മതി. അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് തൊടുവിലൊക്കെ ഒന്ന് പോയി വെക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട പാടെ ഞാനും ഉമ്മയും കൂടി തൊടുവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് പച്ചക്കറിയും സാധനമൊക്കെ ഉമ്മ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മത്തനൊക്കെ നല്ല പൂവിട്ടിട്ടുണ്ട്. മുളകൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞു എനിക്ക് മുളക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉമ്മിമ്പാടെ കുറച്ച് മുളകൊക്കെ അറുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മക്ക് പുറത്തത്തെ പണിയാണ് നല്ല ഇഷ്ടം കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അകത്തത്തെ പണി ഇപ്പം അമ്മക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അമ്മ എടുക്കലും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ എടുക്കണം അന്ന് തന്നെ ഇപ്പോൾ മരക്കളൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ തൊടുത്തും ഔത്തത്തും ഒക്കെ ഒരേപോലെ എടുത്തിന് ഒരാൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുട്ടികളതിനെന്ന കാലം തന്നെ ഇമ്മ അങ്ങനത്തെ തൊടുത്തൊക്കെ നല്ലോണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങേണ്ട, അങ്ങനെ ഒരുപാട് പച്ചക്കറി ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നും വരലില്ല. ഇവിടെ ഉള്ളവർക്ക് പിന്നെ ചോറൊക്കെ എന്താ കറി വെക്കുക എന്ന് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഇല്ലെങ്കിൽ തൊടുവെക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മുരിങ്ങൻ്റെ അല്ലേ മത്തൻ്റെ അല്ലേ എന്താന്ന് വെച്ചാൽ ചേമ്പോ ചേനേ കർമ്മത്തിയോ എന്താ ഓൽക്ക് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് കറി വെക്കുക. മുളക് ഉമ്മ ഒറ്റയ്ക്ക് പറിച്ചിട്ടാവണില്ല കേട്ടോ. അപ്പം ഞാനും കൂടി കുറച്ച് പറിക്കണുണ്ട്. കുട്ടികളെല്ലാവരും പാടെ പറിക്കാൻ വേണ്ടി വന്നിക്കണു. പക്ഷേ ഉമ്മാക്ക് അവിടെ കുറേ വഴുതനങ്ങ തൈയും അതും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളതിലൊക്കെ ചോട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോകാനുള്ള മുളകാണല്ലോ അത് പറിക്കണത്. അപ്പം ഞാനും കൂടി ഒന്ന് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വാഴയുണ്ട് കേട്ടോ. വാഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ടൈമിൽ ആണ്ടിയിലെ ഓരോരോ കൊല ഉണ്ട്. അയിമലും ഇതിമലൊക്കെ ആയിട്ട് ഒരു 5-6 കൊല ഉണ്ട് എല്ലാത്തിമലായിട്ട്. അപ്പം ഞാൻ അമ്മാനോട് പറയുന്നു അടുത്ത വരവിഞ്ഞ് ഈ കൊല പോക്കുമ്പോഴത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കൂടി കുറച്ച് മുളകും തൈ ഉണ്ട്, അയിമലും കൂടി കുറച്ചുണ്ട്. അതും കൂടി കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അമ്മ അവിടത്തും കൂടി പോയി പറിക്കുകയാണ്. അമ്മക്കാണെങ്കിൽ എനിക്ക് തന്നിട്ടിട്ട് തേയണമില്ല കേട്ടോ. ഇവിടെ മഞ്ഞളുണ്ട്, ചേനുണ്ട്, ഒക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ മഞ്ഞപ്പൊടി വാങ്ങൽ തന്നെ ഇല്ല. ഇവിടുന്ന് എപ്പോഴും ഉമ്മാൻ്റെ അടുത്തുനിന്ന് പൊടി കൊണ്ടുപോകലാണ്. അപ്പം അമ്മ പറയും എന്നോട് എന്താ എനിക്ക് മഞ്ഞൾ കൊണ്ടുപോയി കുഴിച്ചിട്ടൂടെന്ന് പറയുമ്പോൾ എനിക്ക് അത് വേണ്ട, എനിക്ക് നിങ്ങൾ പൊടിച്ച പൊടി മതി എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ കൊണ്ടുപോകലേ. അപ്പോൾ മുളക് അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മനോട് പറയുന്നു ഇനി അത് മതി, ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ എന്ന്. അപ്പോൾ ഓൽക്ക് അറുത്ത് വെച്ചത് തന്നെ ഉണ്ട് ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മുളകൊക്കെ ഞാനിവിടെ അറുത്തച്ചിട്ടുണ്ട്. ഈ മുളക് പോലെ ഇവിടെ സുർക്കിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതന്നെ നല്ല രസം ഉണ്ടായിരുന്നു. അതിൻ്റെ രസം കണ്ടാണ് ഞാൻ ഈ മുളക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വലിയ ചേമ്പിൻ്റെ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ചേനൻ്റെ സെക്ഷൻ ഇവിടെ വേറെ വരുന്നുണ്ട്. ഓരോരോ കൂട്ടം ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. ചേനൊരു ഭാഗത്ത് ചേമ്പൊരു ഭാഗത്ത് അങ്ങനെയാണ്. ഇതിപ്പോൾ ചെറിയ ചേമ്പില്ലേ അതിൻ്റെ ഒരു സെക്ഷനാണ് ഈ ഭാഗം. പിന്നെ ഈ ഒരു ഭാഗം നീലച്ചേമ്പാണല്ലോ. നീലച്ചേമ്പൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു നീലച്ചേമ്പിൻ്റെ സെക്ഷൻ ഉണ്ട് ഇവിടെ. അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പൊത്തൊരു അടക്കാപ്പ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ വേറൊരു ഭാഗത്ത്, ചേമ്പ് വേറൊരു ഭാഗത്ത്, അങ്ങനെ ഒക്കെ വേറെ ഭാഗത്താക്കിയിട്ട് ഉമ്മ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളത് കുകയാണ് കേട്ടോ. ഇത് വെള്ളക്കുകയാണെന്ന് പറഞ്ഞു. വെള്ളക്കുക വേറെ നീലക്കുക വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു വെള്ളക്കുകൻ്റെ സെക്ഷനാണ് ഈ ഒരു ഭാഗം. ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നപ്പോഴാണ് ഒരു നീല ചീരമുളകിൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുക്കണുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു എനിക്ക് മാണെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ കർമ്മത്തി 2-3-4 കർമ്മത്തിമരമാണ് കേട്ടോ. 4 ചുറ്റുഭാഗമായിട്ട് അങ്ങനെ ഒരുപാടുണ്ട്. ഇത് വേറൊരു
എന്താണ് വാഴക്കൊലയാണ്. അപ്പോൾ ഇതൊക്കെ പോത്തിട്ട് വേണം ഇനി അടുത്ത വരവ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. തൊടുവിലൊക്കെ നടന്നപ്പോൾ തന്നെ നാത്തൂന്മാർ ചായ കുടിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഞാൻ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അമ്മായി വന്നൊരു സന്തോഷമാണ് കുട്ടികൾക്ക്. അമ്മായി മാവേലിൻ്റെ പോലെയാണല്ലോ, അമ്മായി വല്ലപ്പോഴും അല്ലേ വരുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് അതൊരു സന്തോഷം. കഴിഞ്ഞ പെരുന്നാൾക്ക് വിരുന്നറുത്ത് പോയതാട്ടെ ഞാൻ. പിന്നെ വിരുന്നറക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, വന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെരുന്നാൾക്കൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഓലും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ആങ്ങളാരെ കുട്ടികൾ ഓലും വിരുന്ന് പോയിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഒത്ത് കിട്ടിയതാണ്. ലിനുമോക്ക് ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞിട്ട് ഓള് തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതാണ് കൂട്ടുന്നത്. ഞങ്ങളൊക്കെ ദോശയ്ക്ക് ഉണ്ടാക്കിയ കറി കൂട്ടി കുട്ടികൾ മാറ്റി ഒരുങ്ങി. ഇതാ കുട്ടികൾ സ്കൂൾക്ക് പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കേനു അമ്മായി ഞങ്ങൾ വരുമ്പോഴത്തേന് പോവോ എന്നൊക്കെ. ചിലപ്പോൾ പോകുമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിട്ടോ. നമ്മളെ ലിനുമോക്ക് പിന്നെ ഇന്ന് സ്കൂളില്ല, വല്ല സ്കൂളിൽ വെള്ളം കയറിയതൊക്കെ ആയിട്ട് സ്കൂളില്ല. അപ്പോൾ ഇതാ ഇവിടെ തുടക്കുന്നുണ്ട് ഒരാൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കണതൊന്നും എല്ലാം പാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ തുടക്കണത് കണ്ടപ്പോൾ ഒന്നും വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്നതാ ചക്കക്കൂട്ടാൻ തിന്നാൻ വിളിച്ചുമ്പോഴാണ് കേട്ടോ ഞാൻ വരുന്നത്. ചക്കക്കൂട്ടാനും അയില മുളകിട്ടതും കൂടിയാണ് കൂട്ടി അടിക്കട്ടെ. പിന്നെ ചോറൊന്നും വേണ്ട, അത് കുറച്ച് തോനെ തിന്നിട്ടുണ്ടായിരുന്നു. ചോറ് പിന്നെ പോരാൻ നേരത്ത് തിന്നു, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതാ ഞാൻ കുറച്ച് കർമ്മത്തിയും കൂടി അറുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൈകുന്നേരം അവളൊന്നും നിൽക്കാൻ പറ്റിയില്ല, പോന്നു. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ഓട്ടോ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്